ക്യാബിൻ ക്രൂ ട്രെയിനിങ്. അതായത് നമ്മുടെ ക്യാബിൻ ക്രൂ സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ദോഹയിലോട്ട് എത്തണ വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇന്നൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് എത്തിക്കഴിഞ്ഞ് ഫ്ലൈ ചെയ്യണതിന് മുന്നേ ഉള്ള ഒരു 1-2 മാസത്തോളം. പിന്നെ നമുക്ക് ഇത്രയും വലിയ ബുക്കൊക്കെ ഉണ്ടാവും. അത്രയല്ല, ഇത്രയുള്ള ബുക്ക് ഉണ്ടാവും. ആൾക്കാർ വിചാരിക്കും ക്യാബിൻ ക്രൂ ആകുമ്പോൾ പഠിക്കാനൊന്നും ഉണ്ടാവില്ല, വെറുതെ ആണെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കാര്യം, നീന്തൽ അറിയണമെന്ന് ആവശ്യമുണ്ടോ, നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം എന്താ ഇതിൽ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ എന്താ സെർവ് ചെയ്താൽ പോരെ എന്ന്. ട്രെയിനിങ്ങിന് പോകുമ്പോൾ അന്നാണ് നമ്മൾ ഒഫീഷ്യലി നമ്മളൊരു ക്യാബിൻ ക്രൂ ആയിട്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചധികം നാളായി കണ്ടിട്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, പരിപാടിയും ജോലിയും അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുടെ ഇടയിലായിട്ട് പെട്ടുപോയി എന്ന് പറയാം. പിന്നെന്താ, അതൊക്കെയാണ് സംഭവം. ഞാൻ എപ്പോഴോ ഇതുപോലെ എന്തോ ആക്കാന്നിരിക്കും, എടുക്കും. പക്ഷെ എന്തോ ഒന്ന് പാതിക്കൊച്ചെന്തോ പോകും, പിന്നെ എടുക്കാനുള്ളൊരു സമയം ഉണ്ടായില്ല. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അടുപ്പിച്ച് എന്താണെന്ന് പറയുക, കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ഫ്ലൈയിങ് പൊതുവെ ഇവിടെ എല്ലാവർക്കും കേട്ടോ, ടൂസിന് പൊതുവെ ഫ്ലൈയിങ് ഇത്തിരി അടുപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമില്ലാന്ന് തന്നെ പറയാം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ, മീൻസ് പ്രോപ്പർ ഞാൻ ഷോർട്സ് ആയിട്ട് ചെറുതൊക്കെ എടുത്തിട്ട് ഇടുമൊക്കെ, പക്ഷെ എന്നാലും ഒരു പ്രോപ്പർ അതിന് ശേഷം ഒരു വീഡിയോ ഇടാൻ ലേറ്റ് ആയതിൻ്റെ കാരണം. ഇപ്പം ഞാൻ എൻ്റെ കോലം കണ്ടാൽ മേ ബി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞ് ലാൻഡ് ആയുള്ളൂ. ഞാനിപ്പോൾ സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്നുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എത്തിയുള്ളൂ, രാവിലെ ഇറങ്ങിയതാണ്. 4 മണി, ഒത്തിരി കൂട്ടി പറയുന്നത്, അതായത് 5:30 ഞാൻ എൻ്റെ അക്കോമഡേഷനിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു 3:30 എന്തോ ആയി, 2:30 ഇതാക്കിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് റീലൊക്കേഷൻ ടു ദോഹ, അതായത് നമ്മുടെ ക്യാബിൻ ക്രൂ സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ദോഹയിലോട്ട് എത്തണ വരെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു അതായത് ഇൻ്റർവ്യൂ, ഖത്തർ എയർവേസിൻ്റെ ഇൻ്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു ടോപ്പിക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവം പോലെ പറയാമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് കുറച്ചൊരു ചോദിച്ച സംഭവമായിരുന്നു ക്യാബിൻ ക്രൂ ട്രെയിനിങ്. അതായത് ചിലവരുടെ വിചാരം ഈ എന്താ, നമുക്ക് ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ദോഹയിലോട്ട് എത്തിക്കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് യൂണിഫോം തന്ന അങ്ങോട്ട് ഫ്ലൈറ്റിലോട്ട് ഇടാൻ ചിലവരുടെ വിചാരം. ചിലർ ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പം എന്താ ഇതിൽ ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെ എന്താ സെർവ് ചെയ്താൽ പോരെ എന്ന് ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 2-2.5 മാസത്തോളമുള്ള ട്രെയിനിങ് ഉണ്ടാവും ഇവിടെ ദോഹയിൽ വന്നതിന് ശേഷം. നിങ്ങൾ നേരത്തെ ക്യാബിൻ ക്രൂ ആയി വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കാം, അതല്ലെങ്കിൽ എന്നെപ്പോലെ ഫ്രഷറായിട്ടുള്ള ആൾക്കാർ എന്തോ ആവട്ടെ. അതിപ്പോൾ ഏത് എയർലൈനിൽ പോയാലും, നിങ്ങൾ ഏതൊരു എയർലൈൻ്റെ ക്യാബിൻ ക്രൂ ആവാൻ പോയാലും അവരുടേതായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും ഏകദേശം 2 മാസത്തോളം ആയിരിക്കും, ചിലപ്പോൾ ചിലർ 1.5 മാസത്തെ ആയിട്ടുണ്ട്, 2-2.5 മാസത്തോളം ഉള്ള ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ആദ്യം ഇവിടുത്തെ കുറച്ച് മെഡിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ നമ്മൾ അക്കോമഡേഷന് കഴിഞ്ഞ് ഒരു ദിവസം 2 ദിവസം നമുക്കെന്തൊരു റെസ്റ്റ് പോലെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ സംഭവങ്ങൾ, പിന്നെ അവിടെ RP ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ RP ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആവാനായിട്ട്. പക്ഷെ ഇവരെ നമ്മളല്ലാത്തവരും കൊണ്ടുപോകും. നമ്മൾ പോവാം, മെഡിക്കലിന് വേണ്ടി നമ്മൾ പോകണം, RP റെഡിയാക്കാൻ പോകണം. അപ്പം അങ്ങനെ കുറച്ച് മെഡിക്കൽ സംഭവങ്ങൾ, ടെസ്റ്റൊക്കെ കഴിഞ്ഞ് RPയുടെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ യൂണിഫോം മെഷർമെൻറ്റ് സംഭവങ്ങളൊക്കെ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ട്രെയിനിങ്ങിന് പോകും. ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഉടുക്കേണ്ട സംഭവം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ട്രെയിനിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ എന്താ പറയുക, വൈറ്റ് ഷർട്ട്, പിന്നെ ബ്ലാക്ക് മിഡി, പിന്നെ ഒരു ഓവർകോട്ട്, ബ്ലാക്ക് ജാക്കറ്റ്, ബ്ലാക്ക് കോട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ട്രെയിനിങ്ങിന് എടുക്കേണ്ടത്. അവർ നമുക്ക് ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞുതരും. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞുതരും, എന്തൊക്കെയാണ് ഇടേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടത്. പിന്നെ നമ്മൾ പ്രോപ്പർ മേക്കപ്പ് ഉണ്ടാവണം, മുടി നമ്മൾ കെട്ടി ഇതൊക്കെ. കാരണം എന്ന് വെച്ചാൽ അത് ആ ട്രെയിനിങ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫ്ലൈറ്റിന് പോകുമ്പോൾ തന്നെ ഇപ്പോൾ ചിലർ വയ്ക്കുന്നുണ്ട്, ഇപ്പോൾ അതൊക്കെ അറിഞ്ഞില്ലെങ്കിലും ഇതാണെന്ന് വെച്ചാൽ ഈ 2 മാസം നമ്മൾ ചെയ്ത് നമുക്ക് ഒരു ട്രെയിൻഡ് ആവും. ആ പേര് പറയണ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവൻ മേക്കപ്പിൽ നിന്ന് തന്നെ നമ്മൾ റെഡി ആവണതും, നമ്മൾക്കിപ്പോൾ രാവിലത്തെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു 4 മണിക്കൊക്കെ ചില സമയം എണീക്കണം. മീൻസ് അത് യൂസ് ടു അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അതനുസരിച്ച് ടൈമൊക്കെ, ഇപ്പോൾ ചിലവർ അരമണിക്കൂറിനുള്ളിൽ. അപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന്, കാരണം നമുക്ക് യൂസ് ടു ആയി എങ്ങനെയൊക്കെയാണ് നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂറിനുള്ളിലൊക്കെ റെഡി ആയിട്ട് പോവാം. പക്ഷെ ആ സമയത്ത് നമുക്ക്
ഇടക്കൊച്ചിൻ്റെ വീഡിയോ കട്ടായിപ്പോയി ഗൈസ്. എവിടെ വെച്ചാൽ പറഞ്ഞു നിർത്തിയത്? അപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ബോയ്സ് ആണെങ്കിൽ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ടീഷർട്ട്, ബ്ലാക്ക് പാൻറ്, ബ്ലാക്ക് ഷൂ, അങ്ങനത്തെ ഒരു ഇതിൽ. അപ്പോൾ അതിലാണ് നമ്മുടെ ട്രെയിനിങ് ഫുള്ളി 2 മാസം ട്രെയിനിങ് ഫുള്ള് പോണത്. പിന്നെന്താ, അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ എന്താ നടക്കണേന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനിങ് 4 അതായത് സേഫ്റ്റി, സർവീസ്, ഫസ്റ്റ് എയ്ഡ്, പിന്നെ ഡേഞ്ചറസ് ഗുഡ്സ്, അതൊരു ചെറിയ ഭാഗമാണ് ഡേഞ്ചറസ് ഗുഡ്സ് എന്നുള്ളത്. അത് പിന്നെ ഗ്രൂമിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതുള്ളത്. അതിൽ ഏറ്റവും നമുക്ക് ടൈം എടുത്ത് അതായത് ഇപ്പോൾ 2 മാസം ഉണ്ടെങ്കിൽ അതിലിപ്പോൾ 1 മാസത്തോളം സംഭവം നമുക്ക് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഏറ്റവും ഇതായിട്ട് പോണത് സേഫ്റ്റി ആയിരിക്കും. സേഫ്റ്റിയാണ് കുറേ ടൈമുള്ളതും കുറേ പഠിക്കാനുള്ളതും. പിന്നെ സർവീസ് വരും. പിന്നെ ഫസ്റ്റ് എയ്ഡ് എനിക്കൊന്ന് 1 ആഴ്ച 2 ആഴ്ചത്തെ ഒരു ക്ലാസ് എന്തോ ഉള്ളു. പിന്നെ ഗ്രൂമിങ്ങും ജസ്റ്റായിട്ട് നമുക്ക് ചെറുതായിട്ട് എന്തോ ഉള്ളൂ. പിന്നെ ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ ഒരു പരീക്ഷ പോലെ സംഭവം ഉണ്ടാകും. നമുക്ക് എനിക്കൊന്ന് നമ്മൾ ഇതിന് പഠിക്കുമ്പോൾ ക്യാബിൻ കൊടുക്കുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ. സേഫ്റ്റി അത്യാവശ്യം ഉണ്ട് പഠിക്കാൻ. ആൾക്കാർ വിചാരിക്കും ക്യാബിൻ ക്രൂ ആകുമ്പോൾ പഠിക്കാനൊന്നും ഉണ്ടാവില്ല, വെറുതെ ആണെന്ന് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വേറെ കാര്യം. പക്ഷേ ഇവിടെ വരുമ്പോൾ അങ്ങനെയൊന്നല്ല അവസ്ഥ. നമുക്ക് നന്നായിട്ട് പഠിക്കാണ്. പ്രത്യേകിച്ച് ഇപ്പം എന്നെപ്പോലെ ഫ്രഷറാണ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അല്ലാണ്ട് ഇപ്പം എനിക്കോണ് ഇത്തിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഓഫ്കോഴ്സ് ഇത് എളുപ്പമായിരിക്കും. അതിനെപ്പറ്റി ഒരു ബേസ് ഒക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ ബേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബേസൊക്കെ നമുക്ക് പുതിയൊരു ഫീൽഡാണല്ലോ, കംപ്ലീറ്റ്ലി എനിക്ക് പുതിയ ഫീൽഡാണ്. അപ്പോൾ അതിൻ്റെതായ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കൂടെയുള്ള 2 പേർക്ക് കണ്ട ബുദ്ധിമുട്ടുണ്ടായി. ബാക്കിയുള്ളവർക്ക് വലിയ സീനൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്കൊക്കെ അത്യാവശ്യം സേഫ്റ്റി കാണാൻ നല്ല പാടുപെട്ടിട്ടുണ്ട്. പത്താമത്തെ ബേസ് കുറേ പേര് ഉള്ളതുകൊണ്ട് ബേസൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട്, കാരണം ചില ടേംസ് ഇതൊക്കെ നമുക്ക് ഒന്ന് യൂസ് ടു ഒക്കെ ആവാൻ കുറച്ച് ടൈം എടുത്ത്. അപ്പോൾ സേഫ്റ്റിയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പാടുള്ള ഒരു ടൈമായിരുന്നു. ബട്ട് നമ്മളത് ആയിട്ട് പൊരുത്തപ്പെടും. നമ്മളതായിട്ട് പഠിച്ച് അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. ആദ്യത്തെ കുറച്ചാൾ നല്ല ഒരു സ്ട്രെസ്ഫുൾ പീരീഡാണ്. പ്രത്യേകിച്ച് സേഫ്റ്റി ഉള്ള ടൈമിലൊക്കെ, സേഫ്റ്റി പഠിക്കുന്ന ടൈം ഭയങ്കര സ്ട്രെസ്ഫുൾ പീരീഡ് ആയിരുന്നു. സർവീസ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇതാവും. ഫസ്റ്റ് എയ്ഡ് ഞാൻ കുറച്ച് ഫസ്റ്റ് എയ്ഡ് ആണ് എനിക്ക് കൂട്ടത്തിൽ ഞാൻ കുറച്ച് എൻജോയ് ചെയ്തൊരു സംഭവം. പിന്നെ നമുക്ക് എല്ലാ ഇത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് സേഫ്റ്റി, നമുക്ക് എല്ലാ സംഭവങ്ങളും കഴിയുമ്പോൾ നമുക്ക് ഓരോ റിവിഷൻസ് ഉണ്ടാവും, നമുക്ക് എക്സാംസ് ഉണ്ടാവും, അത് റിട്ടേൺ ഉണ്ടാവും, പിന്നെന്താ പ്രാക്ടിക്കലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉണ്ട് നമുക്ക് കുറേ. അതായത് ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഉണ്ട്, പിന്നെ ഓക്സിജൻ ബോട്ടിൽസ്, അതൊക്കെ ഫസ്റ്റ് എയ്ഡിൽ തന്നെയാണ്. പക്ഷെ അല്ലാണ്ട് സേഫ്റ്റിയിൽ വരുമ്പോൾ സേഫ്റ്റി ആയിട്ടുള്ള കുറേ എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പം അങ്ങനെ സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉണ്ട് കുറേ. അപ്പം അതൊക്കെ നമ്മൾ പഠിക്കണം. അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതെന്താണ്, അതിൻ്റെ പ്രയോഗം എന്താണ്, അതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് ഇതാക്കാനും ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും. അപ്പം അതിൽ ചെയ്ത് കാണിക്കാനും ഉണ്ട്, അത് നമുക്ക് ചെയ്ത് പറയാനുണ്ട്, എഴുതാനുണ്ട്. ഇത്രയും എക്സാംസും സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. പിന്നെ നമുക്ക് ഇത്രയും വലിയ ബുക്കൊക്കെ ഉണ്ടാവും. ഇത്രയുള്ള ബുക്ക് ഉണ്ടാവും. ഇത്രയുള്ള ബുക്ക് സേഫ്റ്റി, പിന്നെ ഒരു 3 ബുക്ക് ഉണ്ടായിരുന്നു. ഇത്രയുള്ളൊരു ബുക്ക് ഉണ്ടാവും ഉണ്ടായിരുന്നു പഠിക്കാൻ. പക്ഷെ ഇപ്പം എനിക്കാണ് ബുക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഇതായി. ഇപ്പം നമുക്ക് എല്ലാം ഹൊറൈസൺ ഫോണിൽ അവൈലബിൾ ആണ്. ഞാൻ ഉള്ള ടൈമിൽ നമുക്ക് ബുക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെന്താ, അങ്ങനെ സേഫ്റ്റി ആണ് ഒരു 1.5 സേഫ്റ്റി ആണ് എന്തായാലും കൂടുതൽ. നമുക്ക് ഈ ഒരു 1.5-2 മാസത്തെ ട്രെയിനിങ്ങിൽ സേഫ്റ്റിയാണ് കൂടുതൽ. പിന്നെ സർവീസ് വരും. സർവീസിൽ നമുക്ക് പല ടേംസ്, നമ്മൾ സെർവ് ചെയ്യുന്ന വൈൻ, അത് എവിടെ നിന്നാണ്, അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, അതായത് നമ്മൾ സെർവ് ചെയ്യുന്ന ഐറ്റത്തെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവാൻ. സർവീസൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. ഫസ്റ്റ് എയ്ഡ് എനിക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് എളുപ്പമായിട്ട് തോന്നിയ സംഭവമാണ്. ഫസ്റ്റ് എയ്ഡ് അത്യാവശ്യം കുറച്ച് എൻജോയ് ചെയ്തതാണ്. അത്രയും ഫസ്റ്റ് എയ്ഡൊക്കെ ആയപ്പോൾ കുറച്ചും കൂടെ രസമായിരുന്നു. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേഞ്ചറസ് ഗുഡ്സിൻ്റെ ഒരു സംഭവം ഉണ്ടാവും. ജസ്റ്റ് ഒരു ദിവസത്തെ എന്തോ ക്ലാസ്സുള്ളൂ. പിന്നെ ഗ്രൂമിങ് എന്തോ ഒരു ദിവസത്തെ സംഭവങ്ങളിൽ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇടയിലൊക്കെ ആകുമ്പോൾ, അതായത് ഗ്രൂമിങ്ങിന് തൊട്ട് മുന്നേ ഒക്കെ ആകുമ്പോൾ നമുക്ക് യൂണിഫോം കിട്ടും. പിന്നെ നമ്മൾ ഒരു 2 ആഴ്ചത്തോളം യൂണിഫോം ഇട്ടിട്ടായിരിക്കും പിന്നെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ സംഭവങ്ങളൊക്കെ മാറി യൂണിഫോം ഇട്ടിട്ടായിരിക്കും നമ്മുടെ ട്രെയിനിങ്ങിന് വരാൻ തുടങ്ങുന്നത്. അതായിട്ടൊന്ന് യൂസ് ടു ഇതൊക്കെ ആവാൻ പ്രോപ്പർ മേക്കപ്പ് ഒക്കെ ചെയ്ത്. പിന്നെ ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ് ഉണ്ടാവും. പിന്നെ ഉള്ള സംഭവമാണ് ഡിച്ചിങ് ഉണ്ട്. ചില ചോദിച്ചിട്ടുണ്ട് നീന്തൽ അറിയണമെന്ന് ആവശ്യമുണ്ടോ എനിക്ക്. കാരണം വെച്ചാൽ നീന്തൽ അറിയണമെന്ന് ഒരിടത്തും പറയണില്ല. പക്ഷെ നമുക്ക് ഡിച്ചിങ് എന്നുള്ള സംഭവം ഉണ്ട്. അതായത് നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട്, അതായത് ഇപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് ഡെമോ ഉണ്ടാവും. നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് വലിയൊരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്.
അപ്പോൾ അതിലോട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ചാടണത് ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം വെള്ളത്തിലൊക്കെ വെച്ച് സംഭവിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ലൈഫ് ജാക്കറ്റ് ഇട്ട് വെള്ളത്തിലോട്ട് ചാടണതും അവിടെ തന്നെ നമ്മൾ എന്തൊക്കെ ഒരു എന്താ പറയുക വഞ്ചുവൽ സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റപ്പ് ആക്കണതും അതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കണത് വെള്ളത്തിൽ വീണാൽ അതൊക്കെ ഫുള്ള് ഇതാക്കാനും അങ്ങനെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അതൊരു പ്രാക്ടിക്കൽ സെഷൻ പോലെ ഉണ്ട്, ഡിച്ചിങ് ആണ് അതിനെ പറയണത്. അപ്പോൾ അത് ഒരു ദിവസം നമ്മളൊരു വേറൊരു ട്രെയിനിങ് സെൻറ്ററിൽ അത് ചെയ്യിക്കാൻ കൊണ്ടുപോകും. ബട്ട് സ്വിമ്മിങ് അറിയണമെന്ന് നിർബന്ധം ഇല്ല, അറിഞ്ഞാൽ നല്ലത്. പക്ഷെ അങ്ങനെ സ്വിമ്മിങ് എന്തായാലും അറിഞ്ഞാൽ മാത്രമേ ക്യാബിൻ ക്രൂ ആവാൻ പറ്റുള്ളൂ എന്ന് ഒരിടത്തും പറയണമെന്നില്ല. അറിഞ്ഞിരുന്ന നല്ലത്, പക്ഷെ അറിഞ്ഞില്ലെങ്കിൽ സീനൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ട് ചാടുന്നു, പിന്നെ അവിടെ നമ്മൾ എല്ലാ സാധനങ്ങളും ആ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു സംഭവത്തിൽ ചെയ്യണം. കാരണം എമർജൻസി ഒക്കെ വന്നാൽ നമ്മൾ അവെയർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു സംഭവം കഴിഞ്ഞ് പിന്നെ ഉള്ളതാണ് ഫയർ ഫൈറ്റിംഗ് ട്രെയിനിങ്. അതും നമ്മൾ വേറൊരു നമ്മളെ ഒരു എന്താ പറയുക ട്രെയിനിങ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവിടെ ഫയർ ഫൈറ്റിംഗ്, അതായത് ഇപ്പോൾ അവർ ഫയർ ഇതാക്കിയിട്ട് നമ്മളെ മറ്റേ വാട്ടർ എക്സ്റ്റിങ്ക്വിഷിങ് സംഭവങ്ങളുണ്ടാവും, അല്ലാണ്ടുള്ളതും ഉണ്ടാവും. ആ ഒരു എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ട് നമ്മൾ ഫയർ കെടുത്താനും അത് ഫൈറ്റ് ദ ഫയർ എന്നുള്ളൊരു ബേസിക് ഡ്രില്ല് സംഭവം ഉണ്ടാവും, അത് നമ്മൾ ചെയ്യണം. അതൊക്കെ പ്രാക്ടിക്കൽ സെഷൻസിൽ തന്നെ ഉണ്ടോ, പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെയും തിയറി റിട്ടേൺ എക്സാം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ ഇപ്പോൾ സർവീസിനാണെങ്കിലും എല്ലാത്തിനും എക്സാം ഉണ്ട് കേട്ടോ. എല്ലാത്തിനും എക്സാം ഉണ്ട്, എല്ലാത്തിനും റിവിഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് പഠിക്കുന്നു വ്യത്യാസം റിവൈസ് ആയിട്ടുണ്ടാവും. അതിനുശേഷം എല്ലാ സംഭവം കഴിയുമ്പോൾ അതിനൊരു ടെസ്റ്റ് എഴുതി നമ്മൾ പാസ്സാവുകയും വേണം. അതുപോലെ ഫസ്റ്റ് എയ്ഡിനാവട്ടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഈവൻ ഒരു ദിവസമുള്ള ഗ്രൂമിങ് ആണെങ്കിലും ഒരു ദിവസമുള്ള ഡേഞ്ചറസ് ഗുഡ്സിനാണെങ്കിൽ പോലും നമ്മൾക്ക് എക്സാംസ് ഉണ്ട്, നമ്മൾ പാസ്സാവുകയും വേണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആണ് നമുക്ക് വിങ്സ് എന്നുള്ളൊരു ഡേ ഉണ്ടാവും. നമുക്ക് വിങ്സ് എന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു ഗ്രാജുവേഷൻ സെറമണി പോലെ നമുക്കൊരു ഡേ ഉണ്ടാവും. അന്നാണ് നമ്മൾ ഒഫീഷ്യലി നമ്മളൊരു ക്യാബിൻ ക്രൂ ആയിട്ട് ഖത്തർ എയർവേസിൻ്റെ ക്യാബിൻ, ഇപ്പം അല്ലെങ്കിൽ വേറെ എയർലൈൻ ആണെങ്കിൽ എല്ലാത്തിനും ഉണ്ടാവും. എല്ലാ ഒരു എയർലൈനിലും ക്യാബിൻ ക്രൂ ട്രെയിനിങ് കഴിയുമ്പോൾ അവരുടെ ഒരു വിങ്സ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ പല പേരായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ആ സമയത്താണ് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് തന്ന് നമ്മൾ ഒഫീഷ്യലി, അതായത് നമുക്ക് നമ്മുടെ ലൈസൻസ് ഒക്കെ കിട്ടും ക്യാബിൻ ക്രൂ ആയിട്ട്. അതായത് സേഫ്റ്റിയും ഇതൊക്കെ എല്ലാത്തിനും ക്യാബിൻ ക്രൂ ആയി, അതായത് ഇന്ന സേഫ്റ്റി സംഭവങ്ങളൊക്കെ പ്രകാരം ട്രെയിൻ ചെയ്ത ഒരു ക്യാബിൻ ക്രൂ ആണ് നമ്മൾ എന്നുള്ളതിൻ്റെ ഒരു ലൈസൻസ് കിട്ടും നമുക്ക്. അപ്പോൾ ആ ഒരു ലൈസൻസ് ഉണ്ട്. പിന്നെ ക്യാബിൻ ക്രൂ പെർട്ടിക്കുലർ എയർലൈൻ്റെ ഒരു ലൈസൻസ് ഉണ്ട്. അങ്ങനെ ഒരു 3-4 ലൈസൻസ് നമുക്ക് കിട്ടും. പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് ട്രെയിൻഡ് ആണെന്നുള്ള ലൈസൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും എയർക്രാഫ്റ്റിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ലൈസൻസ് ഒക്കെ കിട്ടി, നമുക്കൊരു സർട്ടിഫിക്കറ്റും കിട്ടി. ആ ഡേ ആണ് നമുക്ക് വിങ്സ്, നമ്മൾ പ്രോപ്പർലി ഇനി നമുക്ക് പറക്കാം എന്നുള്ളൊരു മട്ടിലാണ് ആ ഡേ ഉണ്ടാവണത്. അങ്ങനെ വിങ്സ് ഡേയിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഇതൊക്കെ കിട്ടി സെറ്റായി. നമുക്ക് പിന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി പിന്നെന്താ തയ്യാറെടുക്കുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഇതാണ്. അതിനുശേഷം വലിയ കാത്തിരിപ്പിനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. എൻ്റെ പറച്ചിൽ പോലെ അല്ല കേട്ടോ. അതായത് കാത്തിരിപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് മേ ബി ഒരു 2-3 ദിവസം ഒരു ഓഫ് 2 ഓഫ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവും. എൻ്റെ ഏതായിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ്? എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു ടേൺ അറൗണ്ട് എന്തോ ആയിരുന്നു, ബാഗ്ദാദ് എന്തോ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ്. കോമഡിയാണ്, ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ എന്തായാലും കോമഡി ആയിരിക്കും. ട്രെയിനിങ് ചെയ്യണ പോലെയല്ല ശരിക്കും ഒരു റിയാലിറ്റിയിലോട്ട് പോകുമ്പോൾ നടക്കണത്. ഓഫ്കോഴ്സ് അതൊക്കെ റെഡി ആവാൻ മിക്കവാറും ഒരു മാസത്തോളമൊക്കെ എടുക്കും. അത് ക്വൈറ്റ് നാച്ചുറലാണ്. അപ്പോൾ ഇതൊക്കെയാണ്, അതായത് നമ്മൾ ദോഹയിലെത്തി, ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി, ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ആക്കി, നമുക്ക് ഓഫർ ലെറ്ററും കിട്ടി. നമ്മൾ ദോഹയിൽ എന്തൊക്കെയാണ് കൊണ്ടുവരണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതും കഴിഞ്ഞ് ഫ്ലൈ ചെയ്യണതിന് മുന്നേ ഉള്ള 2 മാസം, അതായത് എത്തിക്കഴിഞ്ഞ് ഫ്ലൈ ചെയ്യണതിന് മുന്നേ ഉള്ള ഒരു 1-2 മാസത്തോളം എന്തൊക്കെയാണ് നടക്കണമെന്നുള്ള ഒരു ചെറിയ ബ്രീഫാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണുള്ളത്. ഇപ്പോൾ ഇങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായി, സ്വിമ്മിങ്ങിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായി, എക്സാംസ് ഒക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എത്ര നാളാണ് ട്രെയിനിങ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ ബേസൊക്കെ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അതൊക്കെയാണ് ഈ ഒരു 2 മാസം ട്രെയിനിങ്ങിൽ ഏകദേശം ഓടിച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം നടക്കണത്. പിന്നെന്താ, പിന്നൊന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം.
ഇല്ല ട്രെയിനിങ്ങിൽ ഏകദേശം ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലൈറ്റിന്റെ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് റിഫ്രഷർ റീകറണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാവും. അതായത് ഓരോ വർഷം കൂടുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയൊട്ടി എടുക്കാനൊക്കെ ഒന്ന് റിവൈസ് ഒക്കെ ആക്കാനോ അതിനും എക്സാംസ് ഉണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഈ സംഭവം ഉണ്ടാവും. അതായത് സർവീസിനും ഉണ്ടാവും, പിന്നെ അതുപോലെ സേഫ്റ്റിക്കും ഉണ്ടാവും നമുക്ക് ഈ റിവിഷൻ സംഭവങ്ങളൊക്കെ. ഫസ്റ്റ് ഇയറിനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യത്തിനൊക്കെ എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ ഒരു റിവിഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അന്ന് ദോഹയിലോട്ട് റീലൊക്കേഷൻ ചെയ്യണ എന്താണ് വീഡിയോ പറഞ്ഞിട്ട് ആ വഴി പോയ ഒരുത്തിയാണ്. പിന്നെ അവളെ കണ്ടിട്ടില്ല എന്നുള്ള എന്താണ് വട്ടിൽ 2 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് കാരണം. എനിക്കറിയാം, കേൾക്കുമ്പോൾ ഒരു വലിയ കാരണമായിട്ട് തോന്നില്ലെന്നറിയാം. പക്ഷേ എന്താ പറയാനാ, എനിക്ക് അങ്ങനെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ലീവ്, പിന്നെ ഓരോരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇതാക്കി. പക്ഷെ ഞാൻ ഷോർട്സൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇടുന്നുണ്ടായിരുന്നു. ബട്ട് അതിന് ശേഷം ഒരു അപ്ഡേറ്റ് തരാൻ പറ്റാത്തതിൻ്റെ ഒരു സംഭവം ഇതായിരുന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇനിയും എന്തെന്നാ ഇടക്കിടക്കൊക്കെ ഇങ്ങനത്തെ വിശേഷങ്ങളും സംഭവങ്ങളും ഇട്ടിട്ട് നിന്റെ വിശേഷത്തിനൊക്കെ ആയിട്ടൊന്നും ആയിരിക്കും വിശേഷങ്ങളെക്കാട്ടും കൂടുതൽ എനിക്കറിയാം. മീൻസ് ഇതിൻ്റെ ക്യാബിൻ ക്രൂ ആയിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മിസ് ചെയ്ത് മനസ്സിലായി കുറച്ച് പേരെങ്കിലും, വെറുതെ പറയണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ടും സംഭവങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക. ഞാൻ മടങ്ങുന്നു. നമുക്കപ്പോൾ വീണ്ടും ഇനിയും കാണാം. ഓക്കെ, ബൈ.